ഞാൻ ജഡ്ജ് ചെയ്യുന്നത് 100% എനിക്ക് അത് ഫീൽ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ഞാൻ 1 ചാൻസ് കൊടുക്കും, 2 ചാൻസ് കൊടുക്കും, 3 ചാൻസ് കൊടുക്കും. എത്ര ചാൻസിൻ്റെ മാക്സിമം ഞാൻ കൊടുക്കും. കൊടുത്തതിന് ശേഷം വീണ്ടും 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 സെയിം റെപ്പിറ്റേഷൻ വന്നു കഴിയുമ്പോൾ എനിക്ക് ജഡ്ജ് ചെയ്യാമല്ലോ. അങ്ങനെ പറയില്ലേ, ഒരു മിസ്റ്റേക്ക് രണ്ടാമത് ചെയ്യുമ്പോഴാണ് ഫൂളിഷ്നെസ്. അതെ, ഇപ്പൊ ചിലർ പറയും നമ്മൾ ഒരാൾക്ക് 1 ചാൻസ് കൊടുക്കാം, പക്ഷെ ഞാൻ 10 ചാൻസ് കൊടുക്കും. എന്തിനാ 10 ചാൻസ് ഒക്കെ കൊടുക്കുന്നത്? കാരണം എനിക്ക് അവരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരുടെ മിസ്റ്റേക്ക് ഞാൻ എൻ്റെ മിസ്റ്റേക്കായിട്ട് ഞാൻ എന്നിലേക്ക് എടുക്കാൻ നോക്കും. എനിക്കത് അങ്ങനെ തോന്നിയതായിരിക്കും, ഞാൻ ഒന്നുകൂടെ ഒബ്സർവ് ചെയ്യാം. ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒരു റീസൺ ഉണ്ടാവാം. ആ ഒരു റീസൺ കൊണ്ട് ആ ഒരു റീസൺ കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത്. സോ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, 1 ചാൻസ് കൂടെ കൊടുക്കാം. അപ്പോൾ എന്താ പറ്റണേന്ന് ചോദിച്ചാൽ അവരത് ഒരു പ്രിവിലേജ് ആയിട്ട്. അതെ അതെ. പക്ഷെ ആക്ച്വലി അവരാണ് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം. യഥാർത്ഥത്തിൽ നമ്മളത് കണ്ടില്ല എന്നടിക്കണു, നമുക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ നടിക്കും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു ചാൻസുകളുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ജഡ്ജ്മെന്റ് ഫൈനലായിരിക്കും. പിന്നെ നമ്മൾ ആ ഏരിയയിലോട്ട്, അതെ അതെ, പിന്നെ ആ ഏരിയയിലേക്ക് നമ്മൾ പോവില്ല.